നമസ്കാരം. ഈ പിണറായി വിജയന്റെ പല പ്രവൃത്തികളെയും നമുക്ക് ന്യായീകരിക്കാൻ കഴിയുന്നതല്ല. പ്രവൃത്തികൾ മാത്രമല്ല, പ്രസ്താവനകളെയും ഒരിക്കലും നമുക്ക് യോജിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ന്യായീകരണങ്ങളാണ് പിണറായി വിജയൻ പലപ്പോഴും നടത്താറുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അയാളോട് എതിർപ്പും വിമർശനവും കടുപ്പിക്കേണ്ടി വരുന്നത്. നവകേരള സർക്കിട്ടിനിടയിൽ പിണറായി വിജയനും സംഘവും സഞ്ചരിച്ചിരുന്ന വാഹനത്തിനു നേരെ കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഗൺമാനും അംഗരക്ഷകനും തല്ലിച്ചതച്ചത് പിണറായി വിജയൻ ന്യായീകരിച്ചത് രക്ഷാപ്രവർത്തനം എന്നായിരുന്നു. ഒരിക്കലും ആർക്കും ന്യായീകരിക്കാൻ കഴിയാത്ത ഒരു കാര്യം, അനുകൂലിക്കാൻ കഴിയാത്ത ഒരു കാര്യം. കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം വളരെ രോഷത്തോടുകൂടി പ്രതികരിച്ച ഒരു വിഷയമായിരുന്നു അത്. പക്ഷേ പിണറായി വിജയൻ അപ്പോഴും ഒരു ചിരിയോടുകൂടി അതിനെ ന്യായീകരിച്ചത് രക്ഷാപ്രവർത്തനം എന്നായിരുന്നു. മിനിഞ്ഞാന്ന് പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വാടക വീട്ടിലും മരുമകൻ മുഹമ്മദ് റിയാസിന്റെ കോഴിക്കോട്ടെ വീട്ടിലും പിണറായി വിജയന്റെ സ്വന്തം വീട്ടിലുമൊക്കെ കണ്ണൂരിലത്തെ വീട്ടിലുമൊക്കെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തി. അതിനുശേഷം തിരുവനന്തപുരത്തും മറ്റുമൊക്കെ നടന്ന അക്രമങ്ങൾ നമ്മൾ കണ്ടതാണ്. എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരെ ആക്രമിക്കുന്നു, അവരുടെ വാഹനം തല്ലി തകർക്കുന്നു. ആ തല്ലി തകർത്ത വാഹനത്തിൻ്റെ ഗ്ലാസിനുള്ളിലേക്ക് കമ്പും മറ്റും കൊണ്ട് വനിതാ ഉദ്യോഗസ്ഥയെ വരെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു. ഇതൊക്കെ ദൃശ്യങ്ങളിലൂടെ നമ്മൾ കണ്ടതാണ്. പക്ഷേ പിണറായി വിജയൻ ഇന്ന് യാതൊരു ഉളുപ്പുമില്ലാതെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിരുന്ന് ന്യായീകരിക്കുന്നത് അത് സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രതികരണമാണ്, ശാന്തമായിട്ടാണ് പ്രവർത്തകർ പ്രതികരിച്ചത് എന്നുള്ളതാണ്. ആർക്കെങ്കിലും ഇത്തരത്തിലൊരു പ്രസ്താവന നടത്താൻ ന്യായീകരിക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. കാരണം ദൃശ്യങ്ങളാണ്, പറഞ്ഞു കേട്ടുള്ള അറിവല്ല. മറ്റാരെങ്കിലും പറഞ്ഞു കേട്ടതാണെങ്കിലോ അല്ലെങ്കിൽ ആരോപിച്ചതാണെങ്കിലോ അങ്ങനെ നമുക്ക് കരുതാമായിരുന്നു. പക്ഷേ ഇത് അങ്ങനെയല്ല. ദൃശ്യങ്ങൾ പകൽ വെളിച്ചം പോലെ വ്യക്തമായ തെളിവുകളായി നമ്മുടെ മുന്നിലുണ്ട്. എന്നിട്ടാണ് യാതൊരു ഉളുപ്പുമില്ലാതെ വന്നിരുന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ പറയുന്നത് പ്രവർത്തകർ ശാന്തമായിട്ടാണ് പ്രതികരിച്ചത് എന്ന്. ഈ പിണറായി വിജയൻ എന്നൊരു വ്യക്തി ഇല്ലായിരുന്നുവെങ്കിൽ എന്തുമാത്രം സമാധാനം ഈ നാട്ടിലുണ്ടാകുമായിരുന്നു? എന്തുകൊണ്ടാണ് ഈ മനുഷ്യനെ തന്നെ ഇത്രയേറെ വിമർശിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഞാൻ ഇനി പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കുക. മുഖ്യമന്ത്രിയായിരുന്ന 10 വർഷങ്ങൾ, ഈ 10 വർഷങ്ങൾ പിണറായി വിജയൻ ചെയ്ത എന്തെല്ലാം ജനദ്രോഹപരമായിട്ടുള്ള പ്രവൃത്തികളുണ്ട്. കേരളയിലുമായി ബന്ധപ്പെട്ട് എത്രയോ കുടുംബങ്ങളെ കുടിയൊഴിപ്പിച്ചു. അങ്ങനെ എന്തെല്ലാം വിഷയങ്ങൾ, ഒന്നോ രണ്ടോ അല്ല, ഒരുപാട് വിഷയങ്ങളാണ് പിണറായി വിജയൻ ഈ 10 വർഷത്തിനുള്ളിൽ നടത്തിയത്. തങ്ങൾക്ക് അർഹതപ്പെട്ട ജോലിക്ക് വേണ്ടി വനിതാ പുരുഷ CPO റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരൊക്കെ സമരം നടത്തി. മാസങ്ങളോളം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാ വർക്കർമാർ മാസങ്ങളോളം സമരം നടത്തി. ഇതൊന്നും പിണറായി വിജയൻ കണ്ടില്ല. അദ്ദേഹത്തിന് അതിനെ പരിഹരിക്കാനുള്ള സമയവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് പിണറായി വിജയനെ ഇത്രയേറെ വിമർശിക്കേണ്ടി വരുന്നത്. പിണറായി വിജയൻ അല്ലായിരുന്നു മുഖ്യമന്ത്രിയെങ്കിൽ, ഒരുപക്ഷെ കോടിയേരി ബാലകൃഷ്ണനായിരുന്നു മുഖ്യമന്ത്രിയെങ്കിൽ ഈ പ്രസ്ഥാനം ഇത്രയധികം തകരുമായിരുന്നില്ല. കേരളം ഇത്രയധികം കടക്കണിയിലാകുമായിരുന്നില്ല. പിണറായി വിജയനും കുടുംബവും കേരളത്തിലെ പൊതുഖജനാവിലെ പണമെടുത്തടിച്ച ദൂർത്തൊക്കെ നമ്മൾ കണ്ടതാണ്. വിദേശ സർക്കിട്ട് നമ്മൾ കണ്ടതാണ്. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് 22.5 കോടി രൂപ മുടക്കിയാണ് ഒരു വർഷം ഒരു ഹെലികോപ്റ്റർ എടുത്ത് വെറുതെ വാടകയ്ക്ക് കിട്ടുന്നത്. പിന്നീട് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ പോലീസിൻ്റെ ആവശ്യത്തിനാണെന്ന് പറഞ്ഞ് ഒരു ഹെലികോപ്റ്റർ മാസം 85 ലക്ഷം രൂപ കൊടുത്ത് 3 വർഷത്തെ കരാറിനെടുത്ത് വാടകയ്ക്ക് കിട്ടിയിട്ടുണ്ട്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി അധികാരം ഏറ്റെടുക്കുന്ന 2016 കേരളത്തിൻ്റെ പൊതുകടം 1.5 ലക്ഷം കോടിയിലധികം രൂപയായിരുന്നു. പക്ഷേ ഇന്നത് 6 ലക്ഷം കോടിയിലേക്ക് എത്തിച്ചിരിക്കുന്നു. അവിടെ മാത്രമാണ് പിണറായി വിജയന്റെ ഒരു വികസനം ഉണ്ടായത്. യഥാർത്ഥത്തിൽ പിണറായി വിജയൻ ജനങ്ങളെ നോക്കി പല്ലിളിച്ച് കാണിക്കുകയാണ്, കൊഞ്ഞനം കുത്തുകയാണ്, പരിഹസിക്കുകയാണ്. ആസൂത്രിതമായിട്ടുള്ള അക്രമമാണ് തിരുവനന്തപുരത്തും കോഴിക്കോട്ടുമൊക്കെ നടന്നത് എന്നുള്ളതിൻ്റെ വ്യക്തമായിട്ടുള്ള ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. കടകംപള്ളി സുരേന്ദ്രനും AA റഹീമും വി ജോയിയും ജോൺ ബ്രിട്ടാസും MV ഗോവിന്ദനും അടക്കമുള്ള നേതാക്കളുടെ ഒരു ഗൂഢാലോചനയുടെ ഫലമായിട്ടാണ് മിനിഞ്ഞാന്ന് ഈ CPM അക്രമികൾ അഴിഞ്ഞാടിയത് എന്നുള്ള കാര്യം ദൃശ്യങ്ങളിൽ തന്നെ തെളിവാണ്. ഇതിൽ അക്രമം കാണിച്ച പലരും നേതാക്കളോട് ചെന്ന് രഹസ്യം പറയുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ED ഉദ്യോഗസ്ഥർക്ക് സുരക്ഷ ഒരുക്കാൻ വന്ന കേന്ദ്രസേനയെ കുപ്പിയും ഹെൽമറ്റും കൊണ്ട് ആക്രമിച്ചത് നമ്മൾ കണ്ടതാണ്. വാഹനം തല്ലിത്തകർത്തത് കണ്ടതാണ്. എന്നിട്ട് പോലും പിണറായി വിജയൻ വന്നിരുന്ന് ന്യായീകരിക്കുന്നത് ശാന്തമായിട്ടാണ് പ്രവർത്തകർ പ്രതികരിച്ചത് എന്നുള്ളതാണ്. പിണറായി വിജയൻ ഇനിയെങ്കിലും പറയാം, അത് സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു. എൻ്റെ മകൾ അങ്ങനെ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിയമപരമായി മുന്നോട്ട് പോകട്ടെ. ED വന്ന് പരിശോധന നടത്തി, ഒന്നും കിട്ടിയില്ല. ഇനി ED സമൻസ് അയക്കുമ്പോൾ ഞങ്ങൾ അവിടെ ചെന്ന് കാര്യങ്ങൾ ബോധിപ്പിച്ചു കൊള്ളാം. പ്രവർത്തകർ ദയവായി ഇനി ഇത്തരത്തിൽ അക്രമം അഴിച്ചുവിടരുത്. പാർട്ടി ഒന്നാമത് നാണം തൊപ്പിയിട്ട് നാണം കെട്ട് നൂൽബന്ധമില്ലാതെ ഉടുതുണിയില്ലാതെ പിറന്ന പടി നിൽക്കുകയാണ്. ഇനിയും പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കരുത്, നാണക്കേടുണ്ടാക്കരുത്. അതുകൊണ്ട് നിങ്ങൾ അക്രമത്തിൻ്റെ പാത പിന്തുടരുത്, അക്രമത്തിൻ്റെ പാത സ്വീകരിക്കരുത് എന്ന് പിണറായി വിജയന് പറയാം. അല്ലെങ്കിൽ പറയാം, എൻ്റെ ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു രോഷം അവിടെ സംഭവിച്ചു പോയി, അത് ഞങ്ങൾ നേതാക്കൾ നിയന്ത്രിക്കേണ്ടതായിരുന്നു. ഞാനൊരു പക്ഷേ പുറത്തിറങ്ങി പറഞ്ഞാൽ പോലും പ്രവർത്തകർ ശാന്തരാകുമായിരുന്നു. അത് ചെയ്തില്ല, അതെൻ്റെ തെറ്റാണ്
എന്ന് പറയാനുള്ള ഒരു മാന്യത, മര്യാദ അത് പിണറായി വിജയനിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാൻ കഴിയില്ല. കാരണം മാനമോ നാണമോ മാനക്കേടോ നാണക്കേടോ എന്താണെന്ന് അയാൾക്ക് അറിയില്ല എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ പിണറായി വിജയൻ എന്നൊരു വ്യക്തി, ആ വ്യക്തി ഇല്ലായിരുന്നെങ്കിൽ ഈ കേരളത്തിൻ്റെ സമാധാന അന്തരീക്ഷം തകരുമായിരുന്നില്ല. എന്തുമാത്രം പ്രശ്നങ്ങളാണ് പിണറായി വിജയൻ ഉണ്ടാക്കിയത്. ഈ പാർട്ടിയുടെ സെക്രട്ടറി ആയതിനു ശേഷം തന്നെ എത്ര ലാവ്ലിൻ കേസ് ഉൾപ്പെടെയുള്ള എത്രയോ കേസുകൾ അയാൾക്കെതിരെ ഉണ്ടായി. അതിനുശേഷം മുഖ്യമന്ത്രി ആയതിനു ശേഷം എത്രയോ അഴിമതികൾ കാണിച്ചു. സ്പ്രിംഗ്ലർ, AI ക്യാമറ, പമ്പ മണൽക്കടത്ത്, മൊബിലിറ്റി, പിണറായി വിജയൻ്റെ അഴിമതികൾ എണ്ണിയാൽ തീരില്ല. അതിനുശേഷം പിണറായി വിജയൻ്റെ മകൾ മാസപ്പടി വാങ്ങി എന്നുള്ള കാര്യം സ്പഷ്ടമാണ്, ഏതൊരു കൊച്ചുകുട്ടിക്കും അറിയാവുന്നൊരു കാര്യമാണ്. എന്നിട്ടാണ് ഇത്തരത്തിൽ വന്നിരുന്ന് ന്യായീകരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിനെ CPM നേരിട്ടത് പൊതു ഖജനാവിൽ നിന്ന് കോടിക്കണക്കിന് രൂപ ചിലവാക്കി വമ്പൻ ഹോർഡിങ്ങുകൾ, പിണറായി വിജയൻ്റെ തിരുമോന്ത പതിച്ച ഹോർഡിങ്ങുകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സ്ഥാപിച്ചതിനു ശേഷമാണ്. അങ്ങനെയാണ് അവർ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അതിൻ്റെ തിരിച്ചടി പാർട്ടിക്ക് കിട്ടി. പിണറായി വിജയനെ മുൻനിർത്തി മുന്നോട്ട് പോയ ഈ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് ശക്തമായിട്ടുള്ള തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നു. എന്നിട്ട് പോലും പിണറായി വിജയനെ വേണ്ട എന്ന് കീഴ്ഘടകങ്ങൾ പോലും പറയുമ്പോൾ അവിടെ കുളയട്ടയെ പോലെ കടിച്ചു തൂങ്ങി കിടക്കുകയാണ് പിണറായി വിജയൻ. അതിൽ നിന്നു തന്നെ അയാളുടെ ഒരു മാന്യതയും വ്യക്തിത്വവും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതേയുള്ളൂ. എന്തുകൊണ്ടാണ് കീഴ്ഘടകങ്ങളിൽ നിന്നുപോലും ഇത്രയധികം എതിർപ്പുണ്ടായിട്ടും പ്രതിപക്ഷ നേതാവായി പിണറായി വിജയൻ വേണ്ട എന്ന് പറഞ്ഞിട്ടും അയാൾ അവിടെ കടിച്ചു തൂങ്ങി കിടക്കുന്നത്? ക്യാബിനറ്റ് റാങ്കുണ്ട്, ഔദ്യോഗിക വാഹനമുണ്ട്, ഔദ്യോഗിക വസതിയുണ്ട്, 10-32 പേഴ്സണൽ സ്റ്റാഫുകളെ കിട്ടും. പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു നിയമ പരിരക്ഷ, അധിക നിയമ പരിരക്ഷ അയാൾക്ക് കിട്ടും. അതുകൊണ്ട് തന്നെയാണ്, ഇത് ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, അതുകൊണ്ട് തന്നെയാണ് പിണറായി വിജയൻ നാണം കെട്ടും അവിടെ കടിച്ചു തൂങ്ങിക്കിടക്കുന്നത്. ഈ പിണറായി വിജയൻ്റെ കുടുംബം ഇവരൊക്കെ മര്യാദയ്ക്ക് ജീവിച്ചാൽ, അല്ലെങ്കിൽ ഇവരൊക്കെ ഇതൊന്നും മതിയാക്കി ഈ രാഷ്ട്രീയ പ്രവർത്തനം ഇയാൾ അവസാനിപ്പിച്ച് ഇയാളെ ഏതെങ്കിലും വിദേശ രാജ്യങ്ങളിലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും പോയി ജീവിച്ചാൽ പോലും കേരളത്തിൽ ഇത്രയധികം സമാധാനക്കേട് ഉണ്ടാകുമായിരുന്നില്ല. പാർട്ടി ഗതി പിടിക്കും. കാരണം പാർട്ടി ഇനി ഒരിക്കലും ഗതി പിടിക്കാത്ത അവസ്ഥയിലേക്കാണ് പോകുന്നത്. ത്രിപുരയിലും ബംഗാളിലുമൊക്കെ അനുഭവം അതാണ്. കേരളത്തിലും സമാനമായിട്ടുള്ള ഒരു അനുഭവമാണ് വന്നിരിക്കുന്നത്. UDF അധികാരത്തിൽ കയറിയിട്ട് ഏകദേശം 2 ആഴ്ചകൾ കഴിഞ്ഞതേ ഉള്ളൂ. ഈ 2 ആഴ്ചകൾ കൊണ്ട് തന്നെ അവർ വളരെയധികം ജനപ്രിയമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞു. ഇനി ഇത്തരത്തിൽ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ 2031 നടക്കുന്ന തെരഞ്ഞെടുപ്പിലും UDF തന്നെ അധികാരത്തിൽ വരും. ഇനിയിപ്പോൾ ഇവിടെ മത്സരം UDF-ഉം BJP-യും തമ്മിലാണ്. അവിടെ CPM എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് സ്ഥാനമില്ല. അത് ഈ പറയുന്ന ക്രിമിനൽ കൂട്ടങ്ങൾ മനസ്സിലാക്കണം. പിണറായി വിജയനും കുടുംബവും അടങ്ങി ഒതുങ്ങി ജീവിച്ചാൽ സംസ്ഥാനത്തിൻ്റെ 50% പ്രശ്നങ്ങളും പാർട്ടിയുടെ 90% പ്രശ്നങ്ങളും തീരും എന്നുള്ളതാണ്. എന്തായാലും ഇയാളെ തിരുത്താനൊന്നും ഇനി ആർക്കും കഴിയില്ല. വരുന്നത് പോലെ അനുഭവിക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. ഈ അണികളെങ്കിലും ഇനി ഇതൊന്നും മനസ്സിലാക്കണം. ഇയാൾക്ക് വേണ്ടി നിങ്ങൾ ഇങ്ങനെ പോരടിക്കാനായി ഇറങ്ങരുത്. ഇയാളെ ഒന്ന് മാറ്റി നിർത്തി നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഇയാളുടെ മകൾ മാസപ്പടി വാങ്ങി എന്നുള്ള കാര്യത്തിനുള്ള അന്വേഷണത്തിന് വന്ന ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതിനും തടഞ്ഞതിനുമാണ് ഇത്രയേറെ പ്രശ്നങ്ങൾ കേരളത്തിലുണ്ടായത്. ഇത്രയേറെ പ്രവർത്തകർ അകത്തു പോകേണ്ടി വന്നത്. പോലീസിന് ജോലി, കോടതിക്ക് ജോലി, ജയിലിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെയും തിന്നു മുടിക്കും. ഇതിനെല്ലാത്തിനും കാരണം പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തിത്വമില്ലാത്ത സ്വേച്ഛാധിപതിയായ ഏകാധിപതിയായ കേരളത്തിലെ ജനങ്ങൾ ഏറ്റവും വെറുക്കുന്നൊരു വ്യക്തിയാണ്. ഇത് അണികൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് നല്ലത്. ഇതിൽ കൂടുതൽ ഇനി ഒന്നും പറയാനില്ല.